ഇനി നമുക്ക് ഒരു സംഗീത സംവിധായകനായിട്ട് ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല ഇതുവരെ. പലർക്കും ഗായകൻ എന്നുള്ള KP ഉദയഭാനുവിനെ മാത്രമേ അറിയുള്ളൂ. സംഗീത സംവിധാനം ചെയ്ത് എത്ര സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട്? ഞാൻ 5 പടം ചെയ്തിട്ടുണ്ട്. അത് ഒരു പടമാണ് റിലീസ് ചെയ്ത്. സമസ്യ. അതെ, സമസ്യ. കിളി ചിലച്ചു എന്ന് പാട്ട്. അത് ദാസേട്ടൻ പാടിയത്. അതെ, അതാണ് ഏറ്റവും ഫേമസ് ആയ പാട്ട് സംഗീതം ചെയ്തല്ലേ. പിന്നെ ഞാൻ ഈ മയിൽപീലി പറഞ്ഞൊരു ഫിലിം ചെയ്തു. പാട്ടുകളൊക്കെ റെക്കോർഡിങ് കഴിഞ്ഞു. അത് വെളിച്ചമില്ലാത്ത വീഡിയോ, അങ്ങനെ 3-4 പടം പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തു. നന്നായി പാട്ടുകൾ, നല്ല പാട്ടുകളാണ്. ദാസേട്ടനൊക്കെ പാടിയിട്ടുണ്ട്. എല്ലാ പടത്തിലും പാടിയിട്ടുണ്ട്. അത് സാറ് ആകാശവാണിയിലൊക്കെ ഒരുപാട് ചേർന്ന് ഞാൻ തന്നെ പാടിയിട്ടുണ്ട് സാറിന്റെ പാട്ടുകൾ. ലളിത സംഗീത പാഠം പഠിപ്പിക്കുമായിരുന്നില്ലേ? അത് ചെയ്തിരുന്നില്ലേ? MG രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തു. ഞാൻ ചെയ്ത് പെരുമ്പാവൂർ ഞങ്ങൾ 3 കമ്പോസേഴ്സ് ആയിരുന്നു അവിടെ. അതെ, അന്ന് ഒരു രാവിലെ ഒരു 7 മണി മുതൽ 7:30 വരെയോ ആ സമയത്താണ് പ്രക്ഷേപണം ചെയ്തത് ലളിത സംഗീത പാഠം. ഞാൻ സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്താണ് അത് കേട്ടിട്ടുണ്ട്. ഈ കിളിചിലച്ചു കൂടാതെ വേറെ ഏത് പാട്ടാണ് സംഗീതം? പിന്നെ മയിൽപീലെ ഇന്ദു സുന്ദര സുസ്മിത ഒരു കവിതയാണ്. അത് ONV കുറുപ്പ് സാറിൻ്റെയാണ് കവിത. ഞാൻ കമ്പോസ് ചെയ്തത്. അത് നല്ലൊരു പാട്ടാണ്. സമസ്യയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതെ, സമസ്യയാണ് ഏറ്റവും കൂടുതൽ. അതാണ് റിലീസ് ചെയ്ത പടം. ഇനി നമുക്ക് ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള നിങ്ങളുടെ ആ ട്രൂപ്പിലെ ഒരു പ്രധാന ഗായകനാണ് ശ്രീ M രാധാകൃഷ്ണൻ. അതെ, അറിയപ്പെടുന്ന സിംഗറാണ്. അതെ അതെ. രാധാകൃഷ്ണൻ നമുക്ക് കൂടുതൽ പാട്ടുകൾ പാടി കേൾക്കാൻ വേണ്ടി ഞാൻ ഉദയഭാനു ചേട്ടൻ പാടാനുള്ളൊരു വിഷമം കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പാട്ടുകൾ നമുക്ക് പറഞ്ഞ് പാടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ രാധാകൃഷ്ണനാണ് സംഗീത സമാഗമത്തിലെ അടുത്ത അതിഥി. ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കട്ടെ ശ്രീ M രാധാകൃഷ്ണൻ. ആദ്യമായിട്ടല്ലേ സമാഗമത്തിൻ്റെ വേദിയിൽ വരുന്നത്? അങ്ങനെയാണ്. ഞങ്ങളിങ്ങനെ ഒരുപാട് സിംഗേഴ്സ് നമ്മൾ ഇതിൽ വരുന്നുണ്ട്. വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ പഴയ പാട്ടുകൾ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. എനിക്ക് പഴയ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് ചോദിക്കുമ്പോഴും ഒരുപാട് എന്താ പറയുക, 1000 നാക്കാണെന്ന് പറയില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. രാധാകൃഷ്ണൻ അനന്തഭദ്രത്തിന് വേണ്ടിയിട്ട് അല്ലേ? അത് പിന്നെ ഡോൺ ബോസ്കോ എന്നൊരു ഫീച്ചർ നോൺ ഫീച്ചർ ഫിലിമിലെ ചേട്ടൻ്റെ സംഗീത സമയത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അനന്തഭദ്രത്തിലെ ഏകദേശം ഒരുമാതിരി എല്ലാ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പാട്ട്. അതെ, എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ബ്രദറിലോ എന്നാന്ന് പറയാം, ഷാജയ് ചന്ദ്രൻ. ശരി. പക്ഷെ അത് ഫിലിമിലേക്ക് വേണ്ടി ഫിലിം വളരെ ഫീബിളായിട്ട് കേൾക്കുന്നുള്ളൂ. കാര്യം ഓർക്കസ്ട്ര ഒരുപാട് ആണ് ആ പാട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡയറക്ടർ സന്തോഷ് സാർ പറഞ്ഞു അതത്ര എൻ്റെ കോമ്പിനേഷൻ ശരിയാകുന്നില്ല. പക്ഷെ CD-യിലും ഒക്കെ ഉണ്ട്. എല്ലാം വളരെ ഫേമസ്. നല്ല ഏതാണ് പാട്ട്? ജസ്റ്റ് ഒന്ന്. വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ, പിന്നിലാവുദിക്കും കണ്ണിൽ കവിതയുണ്ടോ, തൂമണി തുമ്പപ്പൂവേ നിന്നെ തലോടുമ്പോൾ തങ്കമെന്ന പോലെ തിങ്കൾ മുഖം കുനിച്ചു, എന്തേ എന്തേ എന്തേ, വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ, വസന്തമുണ്ടോ ചുണ്ടിൽ സുഗന്ധമുണ്ടോ. ഗ്രേറ്റ് സോങ് ആണ്. ശരി ശരി. അതാണ് സിനിമയ്ക്ക് വേണ്ടി ആദ്യം പാടുന്നത്. ഉദയഭാനു സാറിൻ്റെ കൂടെ എത്ര നാളായി ഈ ട്രൂപ്പിൽ? ഞാൻ വാസ്തവത്തിൽ 74 AL ഓഡിഷൻ പാസ്സായി. അങ്ങനെ തിരുവനന്തപുരത്ത് ആദ്യത്തെ ലളിതാനം പാടുന്ന ചേട്ടൻ്റെ പാട്ടാണ്. അത് ഇപ്പോഴും ഓർമ്മയുണ്ടത്. മനസ്സിൽ വീട് മോഹങ്ങളേ മന്മഥ സംഗീതരാഗങ്ങളേ, മരാള കന്യകൾ മാറിൽ മയങ്ങും മനോജ്ഞമാം സ്വപ്നങ്ങളേ, മനസ്സിൽ വിടരും മോഹങ്ങളേ. പാസ്സാകുമ്പോൾ ചേട്ടൻ്റെ പാട്ടാണ് ആദ്യമായിട്ട് പാടുന്നത്, ലൈറ്റ് മ്യൂസിക്. പിന്നെ ഒട്ടനവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഈ പഴയ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ, ഓൾഡ് ഈസ് ഗോൾഡ് ഞാനന്ന് വരുമ്പോൾ എല്ലാവരും കമോറ സാറുണ്ട്, CO ആൻഡോ ചേട്ടനുണ്ട്, ബെന്മാൻ ചേട്ടനുണ്ട്, പിന്നെ KS ജോർജ് മാഷുണ്ട്,
KP സുരേന ചേച്ചിയുണ്ട്, ഈ സുശീല ചേച്ചിയുണ്ട്. അപ്പം ഞാൻ ജൂനിയറായിട്ടാണ് അന്ന് രംഗപ്രവേശം ചെയ്യുന്നത്. ലീല ചേച്ചി ഉണ്ടായിരുന്നു. അല്ല, പി ലീല ചേച്ചിയുണ്ട്. പിന്നെ ഞാൻ വരുമ്പോൾ വളരെ അത് ഞങ്ങൾ ഡൽഹിയിലെ ചേട്ടൻ്റെ ഒരു കോറൽ സോങ് അവതരിപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞങ്ങളതിൽ ട്രെയിനിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പോൾ പഴയ പാട്ട് ഒരുപാട് ഞാൻ പാടുന്നത് കേട്ടിട്ട് പുതിയ ചേട്ടൻ ഇത്രയും അറിയാവുന്ന. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമ്പി മിസ്റ്റർ സുരേഷ് പറഞ്ഞു, ചേട്ടാ അത് ഇനി അടുത്ത ഓൾഡ് ഈസ് ഗോൾഡ് രാധാകൃഷ്ണൻ നമ്മൾ കൂട്ടണം. അങ്ങനെയാണ് ഞാൻ ഓൾഡ് ഈസ് ഗോൾഡ് വരുന്നത്. സുരേഷും ഈ പഴയ പാട്ടുകളുടെ ഒരു വലിയ ഡിക്ഷണറിയാണ്. ഏത് പാട്ടുകൾ ചോദിച്ചാലും അറിയാം. അങ്ങനെ പിന്നെ ഈ സിദ്ധിയേട്ടൻ പറഞ്ഞ പോലെ പഴയ പാട്ടുകൾ ഒരുപാട് പിന്നെ വളരെ പ്രസിദ്ധമാകാത്ത കുറച്ച് പാട്ടുകൾ, വളരെ മെലഡി ആയിട്ടുള്ള മെലഡിയസ് ആയിട്ടുള്ള. അപ്പോൾ അതിൽ വന്നപ്പോൾ പിന്നെ ഞാൻ ഇന്നു വരെയും ഓൾഡ് ഈസ് ഗോൾഡിൻ്റെ സജീവ പ്രവർത്തനമാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായി, അതിൻ്റെ ഒരു വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് ഓൾഡ് ഈസ് ഗോൾഡ്. എങ്ങനെയാണ് ഈ പഴയ പാട്ടുകൾ പാടുമ്പോൾ ആളുകളുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ പുതിയ സിംഗേഴ്സ് പാടുകയും ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൈയടിക്കാൻ കാണിക്കുകയും ആളുകൾ ഇളകുന്ന പോലെ ഇളകണമെന്നില്ല. നമ്മുടെ പാട്ടുകൾ കേട്ടൊരു ഒരു സ്വപ്ന ലോകത്തിരിക്കുകയായിരിക്കും ആളുകൾ. ഈ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്യല്ലോ ഓൾഡ് ഈസ് ഗോൾഡാണ്, ഇങ്ങനെ പഴയ പാട്ടുകൾ പാടുന്നതെന്ന് അനൗൺസ് ചെയ്തിട്ട് ആണ് നമ്മൾ സ്റ്റേജിൽ കയറുന്നത് തന്നെ. അപ്പം ഒരു ഉത്സവ സീസണിൽ നമ്മൾ ഉത്സവത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അടുപ്പിച്ചൊരു 3-4 ദിവസം പ്രോഗ്രാം ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ പുതിയ പാട്ടും ഒക്കെ മിക്സ് ചെയ്താണ് വരുന്നത്. ഞങ്ങൾ ചിലപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് അത് കേൾക്കാനായിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും, പക്ഷെ നല്ല ഓഡിയൻസാണ് ഈ പഴയ പാട്ട് കേൾക്കാനിരിക്കുന്നത്.